ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിരിക്കുക കേട്ടോ. നന്നായിരുന്നാൽ മാത്രം പോരാ, എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കണ്ടോ, ചുമപ്പ് ആന്തൂറിയം വെള്ളയും ഉണ്ട് ഇവിടെ കേട്ടോ. ഒന്നുമല്ല, ഞാൻ നിങ്ങളെ വേറെ ഒരു കാര്യം കാണിച്ചു തരാനാണ്. കണ്ടോ, മത്തങ്ങ. ഇത് നീട്ട മത്തങ്ങ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തോടെ ഇഷ്ടം പോലെ ഉണ്ട്. അത് കാട് പിടിച്ച് പിന്നെ ഇത് കണ്ടോ, കടുക് ഉണങ്ങി നിൽക്കുന്നതാണിത്. ഇത് കടുക് ഉണങ്ങി നിൽക്കുന്നതാണ്. കാണിച്ചു തരാം. ഉണ്ട മത്തങ്ങ. ഇതിൻ്റെ അകത്ത് ഈ കാട് കാരണമേ അതൊരു രക്ഷയില്ല. ഇവിടെ കാട് വെട്ടിക്കഴിഞ്ഞാലും ഉണ്ടല്ലോ പെട്ടെന്ന് ഇതുണ്ടോ, ഉണ്ട മത്തങ്ങ, കുഞ്ഞു മത്തങ്ങ വേണമെങ്കിൽ ഇപ്പം നല്ല 100 ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ അകത്തോടെ എല്ലാം ഉണ്ട്. മത്തൻ ഉണ്ട്. എന്തുണ്ടായാലും നമ്മൾ ഇവിടെ പണിക്ക് വരുന്നവർക്കും നമ്മൾ കൊടുക്കും. അതുപോലെ വേറെ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്കും മത്തനാണേലും എന്തുണ്ടേലും, അതായത് കപ്പ, ചേമ്പ്, ചേനയില്ല കേട്ടോ. ചേനയുണ്ട്, പക്ഷേ അത് നട്ടില്ല ഇപ്രാവശ്യം. സമയം ഇതൊരു ചെറിയ പാലമാണ്. ആ പാലത്തിൽ കൂടി ഞാൻ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഞാൻ താഴെ പോകും. ഇതുണ്ടോ, ഇതും വേറൊരു സൈസ് മത്തങ്ങ. നല്ല ടേസ്റ്റാട്ടോ. വരുവാണെങ്കിൽ തരാം നിങ്ങൾക്കൊക്കെ കേട്ടോ. ഇപ്പോൾ ഇവിടെ ചെറുനാരകമുണ്ട്, അത് കാണിക്കാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോന്ന് പോയി. ചെറുനാരങ്ങയുണ്ട്, ഓറഞ്ചുണ്ട്, എല്ലാം കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ വരിക, എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുഞ്ഞു വീടാണ്. 1 ഏക്കർ സ്ഥലമുണ്ടിത്. ഇതിൻ്റെ അകത്ത് എല്ലാ സാധനവും തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. നമുക്ക് സർക്കാർ തന്നല്ലേ. ഫോറസ്റ്റുകാർ പറയും നിങ്ങൾ എന്തിനു വാഴ നട്ടു, വാഴ നടാൻ പാടില്ല എന്ന് പറയും. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഭൂമി, ഇത് കപ്പയാണേ. പിന്നെ ഇത് കണ്ടോ, ഇത് കരിമ്പാണ്. കരിമ്പ് ഇവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഫാം മൊത്തം കരിമ്പായിരുന്നു. എല്ലാം പിടിപ്പിക്കണമല്ലോ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നണമെങ്കിൽ നമ്മുടെ പറമ്പിലുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം ഒന്നല്ല 2-3 പ്രാവശ്യം നല്ലപോലെ വിളഞ്ഞ് നിന്നപ്പം ചക്കക്കൊമ്പൻ വന്നിട്ട് പറിച്ചുകൊണ്ട് പോയി. അവൻ അന്ന് ഇത് മാത്രമേ പറിച്ചുകൊണ്ട് പോയുള്ളൂ, വാഴയിലൊന്നും തൊട്ടില്ല. പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ കുറേ വാഴയും കളഞ്ഞു, ഏലവും കുറച്ച് കളഞ്ഞു. പക്ഷേ ഇത് പറിച്ചുകൊണ്ട് പോയെന്ന് ഒരു ഏലം പോലും അവൻ ചവിട്ടാതെയാണ് പോയത്. അവനിഷ്ടമുള്ള സാധനമല്ലേ. അതുകൊണ്ട് നമ്മളെല്ലാം കൃഷി ചെയ്യണം. നമുക്ക് കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കണ്ടേ. കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം വരും. നമ്മുടെ ഈ ട്രെഞ്ചിന് ചുറ്റും ഇതിലെല്ലാം ഉണ്ട്. കണ്ടോ വാഴക്കൊല. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നന്ദി, നമസ്കാരം.